പൂന്താനത്തു നമ്പൂതിരി. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്താണ് പൂന്താനത്ത് നമ്പൂതിരിയുടെ ഇല്ലം. അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലത്തുണ്ടായിരുന്നയാളാണ് പൂന്താനത്ത് നമ്പൂതിരി. ബാല്യകാലത്ത് അല്പം വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹം നേടിയിരുന്നുള്ളൂ. അതിനാൽ വേദാർഹനല്ലാത്ത ബ്രാഹ്മണനായാണ് പലരും പൂന്താനത്തെ കരുതിയിരുന്നത്. ശ്രീകൃഷ്ണ ഭക്തനും പാവപ്പെട്ടവനുമായ പൂന്താനത്തിന് വേദശാസ്ത്രങ്ങളിൽ ശാസ്ത്രീയമായ പരിജ്ഞാനം നേടാൻ കഴിയാത്തതിൽ അതിയായ വിഷമമുണ്ടായിരുന്നു. പൂന്താനം വിവാഹിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സന്താനഭാഗ്യമുണ്ടായത് അല്പം വൈകിയാണ്. ആദ്യത്തേത് ഒരു ആൺകുഞ്ഞായിരുന്നു. ആ ഉണ്ണിയുടെ ചോറൂണ് വിപുലമായ ഒരു ചടങ്ങായി നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ബന്ധുക്കളെയെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇല്ലത്തേക്ക് ക്ഷണിച്ചു. അതിനുള്ള മുഹൂർത്തം രാത്രിയിലായിരുന്നു. ചടങ്ങിൽ സംബന്ധിക്കാനെത്തിച്ചേർന്ന അന്തർജനങ്ങൾ അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചു തൂക്കിയത് ഉണ്ണിയെ കിടത്തിയിരുന്ന തൊട്ടിലിന്റെ കയ്യിലായിരുന്നു. ഉറങ്ങിക്കിടന്നിരുന്ന ഉണ്ണിയുടെ മുഖത്തേക്ക് മേൽവസ്ത്രങ്ങൾ ഒഴുകി വീണത് ഇരുട്ടിലാരും കണ്ടില്ല. ശ്വാസോച്ഛ്വാസ തടസ്സത്താൽ കുട്ടി പിടയുന്നതും ആരും കണ്ടില്ല. ചോറൂണിലുള്ള മുഹൂർത്തം അടുത്തു വന്നു. പൂന്താനത്തിന്റെ അന്തർജനം ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കാനായി വന്നു. ചലനമറ്റ് കിടന്ന പുത്രന്റെ ശരീരം വാരിയെടുത്തപ്പോഴാണ് ശ്വാസം മുട്ടി മരിച്ചുപോയെന്ന് ആ പാവം സ്ത്രീ അറിയുന്നത്. അവൾ വാവിട്ടു നിലവിളിച്ചു. ബന്ധുക്കളെല്ലാം ഓടിക്കൂടി. അങ്ങനെ ഒരാപത്ത് സംഭവിച്ചു പോയതിൽ അവരെല്ലാം ദുഃഖിച്ചു. ആദ്യത്തെ പുത്രന്റെ അകാലമരണം പൂന്താനത്തെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിക്കളഞ്ഞു. പ്രകൃത്യാ തന്നെ വിഷ്ണുഭക്തനായിരുന്ന പൂന്താനത്ത് നമ്പൂതിരി ഒരു വിരക്തനായി മാറി. തന്റെ പുത്രൻ മരിച്ചതിലുള്ള തീവ്ര ദുഃഖത്തോടെ പൂന്താനം രചിച്ച കൃതിയാണ് ജ്ഞാനപ്പാന. അത്യന്തം ദുസ്സഹമായ ദുഃഖം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ജ്ഞാനപ്പാന വായിച്ചാൽ ഉള്ളിലുള്ള ദുഃഖം അറിയാതെ ഉരുകിപ്പോകുമത്രേ. ഏവർക്കും മനസ്സിലാകത്തക്ക വിധം ലളിതമായ ശൈലിയിൽ സരസഭാവത്തോടെ പൂന്താനം രചിച്ചിട്ടുള്ള കൃതിയാണിത്. കുട്ടിയുടെ മരണശേഷം പൂന്താനം മുഴുവൻ സമയവും ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവും ഒക്കെയായി അദ്ദേഹം അവിടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. വളരെ കാലം അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തി ദേവപ്രീതിക്ക് അർഹനായി. അങ്ങനെ കഴിയുന്ന കാലത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭജനമിരിക്കാനായി ഗുരുവായൂർ അമ്പലത്തിലെത്തി. നാരായണ ഭട്ടതിരി അവിടെ ഭജനമിരുന്നുകൊണ്ട് നാരായണീയം രചിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പൂന്താനത്ത് നമ്പൂതിരി സന്താനഗോപാലം കഥ ഒരു പാട്ടായി രചിക്കാനും ആരംഭിച്ചു. പുത്രവിയോഗത്താൽ തളർന്നിരുന്ന പൂന്താനത്തിന് സന്താനത്തിനെ കുറിച്ചുള്ള ആ കഥ പാട്ടാക്കാൻ അതിയായ ആവേശം തോന്നി. സന്താനഗോപാലം പാട്ട് മുക്കാൽ ഭാഗത്തോളം എഴുതിത്തീർത്തയുടൻ അതിലെ തെറ്റുകൾ മഹാവിദ്വാനായ മേൽപ്പത്തൂർ ഭട്ടതിരിയെ കൊണ്ട് തിരുത്തിക്കണമെന്ന് പൂന്താനം ആഗ്രഹിച്ചു. മേൽപ്പത്തൂർ ഭട്ടതിരി ചില പണ്ഡിതന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂന്താനം പാട്ടുമായി അദ്ദേഹത്തെ സമീപിച്ചത്. പൂന്താനം വിനയത്തോടെ പാട്ട് ഭട്ടതിരിയുടെ നേരെ നീട്ടി. പൂന്താനത്തോട് കടുത്ത അസൂയയുണ്ടായിരുന്ന ഭട്ടതിരി കിട്ടിയ അവസരം പാഴാക്കിയില്ല. മറ്റുള്ളവർ കേൾക്കത്തന്നെ അദ്ദേഹം പൂന്താനത്തെ പരിഹസിച്ചു. ഭാഷാ കവിതയിൽ നോക്കാൻ എന്തിരിക്കുന്നു? വിഭക്തി ഉറച്ചിട്ടില്ലാത്ത പൂന്താനം എഴുതുന്നത് അബദ്ധം തന്നെ ആയിരിക്കും. തിരുത്താനും വായിക്കാനുമൊന്നും എനിക്ക് സമയമില്ല, കൊണ്ടുപോകൂ. ഭട്ടതിരിയുടെ വാക്കുകൾ കേട്ട് പൂന്താനം പൊട്ടിക്കരഞ്ഞുപോയി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം തന്നെ അപമാനിച്ചത് താങ്ങാൻ ആ സാധു ബ്രാഹ്മണന് കഴിഞ്ഞില്ല. പൂന്താനം ഉടൻ തന്നെ പാട്ടുമെടുത്ത് അവിടെ നിന്നു പോയി. ആ സമയത്ത് ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു അശരീരി ഉയർന്നു. പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ അരുളപ്പാടാണതെന്നറിഞ്ഞ ഭട്ടതിരിയുടെ അഹന്ത പത്തി താഴ്ത്തി. അദ്ദേഹത്തിന് ദുഃഖവും ലജ്ജയും പശ്ചാത്താപവും ഉണ്ടായി. പൂന്താനത്തോട് കാട്ടിയ ക്രൂരത ഭഗവാന് പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഭട്ടതിരി വേഗം തന്റെ തെറ്റു തിരുത്തണമെന്ന് ആഗ്രഹിച്ചു. ക്ഷേത്രത്തിന്റെ ഒരു കോണിൽ വ്യസനിച്ചിരിക്കുന്ന പൂന്താനത്തെ ഭട്ടതിരി കണ്ടുപിടിച്ചു. അദ്ദേഹം വേഗം അടുത്തു ചെന്നു. ഞാൻ പൂന്താനത്തോട് കുറച്ച് കടുപ്പത്തിൽ സംസാരിച്ചു പോയി. അതൊരു തമാശയായി പറഞ്ഞതാണെന്ന് കരുതിയാൽ മതി. മനസ്സ് താപം കളഞ്ഞേക്കൂ. പൂന്താനത്തിന്റെ കവിത നല്ലതു തന്നെയെന്ന് ജ്ഞാനപ്പാന തെളിയിച്ചതല്ലേ? എവിടെ സന്താനഗോപാലം? ഞാൻ അതൊന്ന് വായിച്ചു നോക്കട്ടെ. ഭട്ടതിരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പൂന്താനത്തിന് സന്തോഷമായി. അദ്ദേഹം പാട്ട് ഭട്ടതിരിയെ ഏൽപ്പിച്ചു. ഭട്ടതിരി വളരെ താല്പര്യപൂർവ്വം ആ കൃതി വായിച്ചു. വായിച്ചപ്പോഴാണ് അതിന്റെ മാഹാത്മ്യം ഭട്ടതിരിക്ക് മനസ്സിലായത്. ഗുരുവായൂരപ്പൻ അരുളി ചെയ്തതുപോലെ ഭക്തി ഉറച്ച ഒരു കവിയുടെ രചന തന്നെയാണതെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഈ കവിത വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ തെറ്റുകൾ അശേഷമില്ല. പൂന്താനത്തിന്റെ കഴിവിനെ ചെറുതായി കണ്ടതാണ് എനിക്ക് സംഭവിച്ച തെറ്റ്. വേഗം ഈ പാട്ട് പൂർത്തിയാക്കണം. ഭട്ടതിരിയുടെ അഭിപ്രായം കേട്ടപ്പോൾ പൂന്താനത്തിന്റെ ഉള്ളു നിറഞ്ഞു. ഏകാഗ്രചിത്തനായ പൂന്താനം പാട്ട് പൂർത്തിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അർജുനനും ശ്രീകൃഷ്ണനും കൂടി വൈകുണ്ഠത്തിൽ ചെല്ലുന്ന ഭാഗം എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്നറിയാതെ പൂന്താനം വിഷമിച്ചു. സദാ അതേക്കുറിച്ചായി ചിന്ത. വൈകുണ്ഠത്തിലെ കാഴ്ചകൾ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പൂന്താനം ഉറങ്ങാൻ കിടന്നു. അന്നു രാത്രി ഗുരുവായൂരപ്പൻ പൂന്താനത്തിന് സ്വപ്നത്തിലൂടെ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം പൂന്താനം രചന തുടർന്നു. താൻ സ്വപ്നത്തിൽ കണ്ട പ്രകാരം വൈകുണ്ഠത്തെ അദ്ദേഹം വർണ്ണിച്ചു. പൂന്താനം സന്താനഗോപാലം പാട്ട് പൂർത്തിയാക്കിയ ദിവസമാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം പൂർത്തിയാക്കിയത്.